വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സ് ഓപ്പറേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. മെട്രിക്സ് ഓപ്പറേഷനിൽ മെട്രിക്സ് അഡീഷൻ, മെട്രിക്സ് സബ്സ്ട്രാക്ഷൻ, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവയൊക്കെ നമ്മൾ പഠിച്ചു. മെട്രിക്സ് ഓപ്പറേഷനിൽ ഇനി വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ ഈ മൂന്ന് ഓപ്പറേഷനും ചെയ്തതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ തന്നെയാണത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ശ്രദ്ധയോടെ നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ രണ്ട് സംഖ്യകൾ എങ്ങനെയാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മെട്രിക്സ് അഡീഷനിലും മെട്രിക്സ് സബ്സ്ട്രാക്ഷനിലും ഒക്കെ ശ്രദ്ധിച്ചതുപോലെയുള്ള ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ആ കാര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അത് സാധ്യമാകുക? അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ദി പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിസസ് A and B is defined if and only if the number of column is A is equal to the number of rows of B. A, B എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ്, ഈ രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എപ്പോൾ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുക? എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ റോയുടെ എണ്ണവും ഈക്വൽ ആയിട്ട് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ആ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് മെട്രിക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് കിട്ടിയാൽ, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും ബി എന്ന് പറയുന്ന രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയുടെ എണ്ണവും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ്, അങ്ങനെ എ ബി അതാണ് അതിന്റെ പ്രൊഡക്റ്റ്. എ ബി എന്ന് പറയുന്ന രണ്ട് ആ മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് നമ്മൾ കാണുകയാണെങ്കിൽ എപ്പോൾ മാത്രമാണ് ചെയ്യാൻ കഴിയുക? എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എം ബൈ എൻ ആണെങ്കിൽ എം റോയും എൻ കോളവും, ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എൻ ബൈ പി, എൻ റോയും പി കോളവും ആണെങ്കിൽ മാത്രമേ നമുക്ക് മെട്രിക്സ് ചെയ്യാൻ കഴിയൂ, ആ മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എം റോ എൻ കോളം ആണല്ലോ, ഇവിടെ എൻ റോ പി കോളം. അപ്പൊ ഈ രണ്ട് മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഇവയുടെ ഒന്നാമത്തെ മെട്രിക്സിലെ എ എന്ന് പറയുന്ന മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണവും ബി എന്ന് പറയുന്ന മെട്രിക്സിലെ റോയുടെ എണ്ണവും എന്താണ്? ഈക്വൽ ആണ്. ഇങ്ങനെ ഈക്വൽ ആണെങ്കിൽ മാത്രമേ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് മെട്രിക്സ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സ്, എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് A11, A12, A13, A21, A22, A23. അതേപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സ് B11, B12, B21, B22, B31, B33 എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. എ ബി എന്ന രീതിയിൽ രണ്ട് മെട്രിക്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സുകൾ നോക്കുക. ഒന്നാമത്തെ മെട്രിക്സ്, ഈ രണ്ട് മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ കണ്ടീഷൻ എന്തായിരിക്കണം?
ശരിയായിരിക്കണം. എന്താണ് കണ്ടീഷൻ? എയിലെ റോ പിന്നെ കോളംസിന്റെ എണ്ണവും എ എന്ന മെട്രിക്സിന്റെ കോളംസിന്റെ എണ്ണവും ബി എന്ന മെട്രിക്സിന്റെ റോയുടെ എണ്ണവും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അത് ശരിയാണോ എന്ന് നമ്മൾ ആദ്യം നോക്കുക. എന്താണ് എ എന്ന് പറയുന്ന മെട്രിക്സ്? ഇതിലെ റോയുടെ എണ്ണം നമുക്കറിയാം 2 ആണ്. കോളം 1, 2, 3 3 ആണ്. 2/3 ആണ് ഇതിന്റെ ഓർഡർ. അതായത് 3 കോളംസ് ഉണ്ട്. ഈ രണ്ടാമത്തെ മെട്രിക്സ് നമുക്ക് എടുക്കാം ബി. ഇതില് റോയുടെ എണ്ണം 1, 2, 3, കോളത്തിന്റെ എണ്ണം 1, 2. അപ്പൊ റോയുടെ എണ്ണം എത്രയാണ്? 3 ആണ്. 3/2 ആണ് ഇതിന്റെ ഓർഡർ. അതായത് 2/3 3/2 ഇങ്ങനെയാണ് മെട്രിക്സുകളുടെ ഓർഡർ. അതായത് ഈ മെട്രിക്സിലെ എ എന്ന മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണം 3 ആണ്. ബി എന്ന മെട്രിക്സിലെ റോയുടെ എണ്ണം എന്താണ്? 3 ആണ്. അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ രണ്ട് മെട്രിക്സുകളും മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ രണ്ട് മെട്രിക്സുകളും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ m/n എന്നും ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ n/p എന്നുമാണെങ്കിൽ m/p എന്നായിരിക്കും. എന്തായിരിക്കും? m/p എന്നായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന നമ്മളിപ്പോ എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഓർഡർ നമുക്ക് കിട്ടാൻ പോകുന്ന ഓർഡർ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/2 എന്നായിരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ രണ്ട് മെട്രിക്സ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് രണ്ട് മെട്രിക്സ് വന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സും. രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാര്യം സൂചിപ്പിക്കാം. നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ആ മൾട്ടിപ്ലിക്കേഷൻ, ഏത് രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷന്റെ രീതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഐഡിയ മാത്രം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. നോക്കാം. എ ബി, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ അതില് ഒന്നാമത്തെ നമുക്ക് കിട്ടാൻ പോകുന്ന ആ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആ ഉത്തരത്തിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. R1 C1. R1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫസ്റ്റ് റോ എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് റോ. നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ആദ്യം എഴുതുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ആണ്. C1 എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. അപ്പൊ R1 C1 അതായത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. എയുടെ ഫസ്റ്റ് റോ ഇൻറ്റു ബിയുടെ ഫസ്റ്റ് കോളം. ഓക്കെ. ഈ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് എയുടെ അതായത് R1 ഇൻറ്റു C2. R1 ഇൻറ്റു C2 അതായത് R1 ഇൻറ്റു C2 എന്ന് പറഞ്ഞാല് എയുടെ ഫസ്റ്റ് റോ, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോ, ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ സെക്കൻഡ് കോളം. അപ്പൊ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അത് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്തത് ഇവിടെ അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് R2 ഇൻറ്റു C1. R2 ഇൻറ്റു C1. R2 ഇൻറ്റു C1 എന്ന് പറയുമ്പോൾ എയുടെ രണ്ടാമത്തെ റോ, ബിയുടെ ഒന്നാമത്തെ കോളം. അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് R2 ഇൻറ്റു C2 അതായത് എയുടെ രണ്ടാമത്തെ റോ, ബിയുടെ രണ്ടാമത്തെ കോളം. ഈ രീതിയിലാണ് നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയത്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി നോക്കാം. ഒന്നാമത്തെ റോ, ഒന്നാമത്തെ കോളം, അങ്ങനെയല്ലേ? ഒന്നാമത്തെ റോ, ഒന്നാമത്തെ കോളം. അപ്പൊ A11 ഇൻറ്റു B11, A11 ഇൻറ്റു B11. അടുത്തത് A12 ഇൻറ്റു B21, A12 ഇൻറ്റു B21, A13 ഇൻറ്റു B31, A13 ഇൻറ്റു B31. അത് ആ രീതിയിൽ തന്നെ എഴുതണം. ഇതിനിടയിലൊക്കെ നമ്മൾ എന്തിട്ടുള്ള പ്ലസ് ഇട്ട് കൊടുക്കണം. ഓക്കെ. ഇനി അടുത്തത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഇവിടെ A11 ഇൻറ്റു B12, A11 ഇൻറ്റു B12, A12 ഇൻറ്റു B22, A12 ഇൻറ്റു B22, A13 ഇൻറ്റു B33,
A13 into B33. മനസ്സിലായല്ലോ? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പൊ സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയുടെ അടുത്തേക്ക് വരും. സെക്കൻഡ് റോ A21 into B12 plus A22 into B21 A23 into B31 ആണല്ലോ. അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം A21 into B12 പ്ലസ് A22 into B22 പ്ലസ് A23 into B33. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ ഇവിടെ കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. അപ്പൊ അതായിരിക്കും ആ എ ബി എന്ന് പറയുന്ന മെട്രിക്സുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ആ കിട്ടുന്ന ഉത്തരം. അപ്പൊ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ജനറൽ ഫോം ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഇനി എക്സാമ്പിളുകൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് എ ബി. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് -2 -3 1 -1 3 0 -4 2 4. B is equal to matrix 5 6 7 8 9 -3 -4 10 1. ഇങ്ങനെ എഴുതി. ഈ രണ്ട് മെട്രിക്സുകളും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ചെയ്യുന്ന രൂപം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കറിയാം രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? എയുടെ കോളംസിന്റെ എണ്ണവും ബിയുടെ റോസിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. അത് ഈക്വൽ ആവുമെന്ന് ആദ്യം നോക്കാം. എയുടെ കോളംസ് 1 2 3, ബിയുടെ റോസ് 1 2 3 ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കാം. ഇനി എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. അങ്ങനെയാണ് അതിന്റെ രീതി. ആ രീതിയിലാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, പിന്നെ ലാസ്റ്റ് തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. നോക്കാം. -2 into 5 അല്ലെ? -2 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എടുക്കാം. -2 into 5 പ്ലസ് അടുത്തത് -3 into 8 ആണല്ലോ. -3 into 8. അടുത്തത് പ്ലസ് 1 into -4. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് റോ -2 into 6 -2 into 6 -3 into 9. അടുത്തത് -3 into 9 പിന്നെ 1 into 10. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് റോ തേർഡ് കോളം -2 into 7 plus -3 into -3 -3 into -3 1 into 1 plus 1 into 1. Okay. അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. ഇനി അടുത്തത് ഏതായിരിക്കും? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലെ? അടുത്ത അപ്പൊ സെക്കൻഡ് റോയിലേക്ക് വരാം. സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് കോളം. അപ്പൊ -1 into 5
plus 3 into 8 plus 0 into minus 4. 0 into minus 4. Okay. Now first row, sorry, second row, first row. The second row, minus 1 into 6 plus 3 into 9 plus 0 into 10. Okay. Now second row, second column. This second row, third column. Second row, third column. Minus 1 into 7 plus 3 into minus 3 plus 0 into 1. അപ്പോൾ സെക്കൻഡ് റോ തേർഡ് കോളം കഴിഞ്ഞു. ഇനി അടുത്തത് തേർഡ് റോ ഫസ്റ്റ് കോളം അല്ലെ, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അപ്പൊ തേർഡ് റോ ആണ് തേർഡ് റോയിലേക്ക് minus 4 into 5 plus 2 into 8 plus 4 into minus 4. Okay ആണല്ലോ. ഇനി minus 4 into, അതായത് തേർഡ് റോ സെക്കൻഡ് കോളം, minus 4 into 6 plus 2 into 9 plus 4 into 10. 4 into 10. Okay. ഇനി അടുത്ത ലാസ്റ്റ് തേർഡ് റോ തേർഡ് കോളം minus 4 into 7 plus 2 into minus 3 plus 4 into 1. ഇങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോ സംഖ്യ നമുക്ക് കിട്ടും, നോക്കാം. അപ്പോൾ രണ്ട് മെട്രിക്സ് എയും ബിയും രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തു. ആ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇവിടെ കാണാം. മെട്രിക്സ് എ ബി minus 38 minus 29 minus 4 19 21 minus 16 minus 20 34 minus 30. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നമ്മൾ ചെയ്യുകയാണ്, ശ്രദ്ധിക്കുക. മെട്രിക്സ് ഫൈൻഡ് എ ബി. A is equal to matrix 5 minus 2 minus 1 1 2 minus 3 minus 4 0 3. B is equal to matrix 4 minus 2 6 minus 1 1 2 5 7 0. അപ്പൊ ഈ രണ്ട് മെട്രിക്സുകൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്ന രീതി എന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. നമുക്കറിയാം റോയും കോളവും അല്ലെ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. അതേപോലെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അതിനു മുമ്പേ നമ്മൾ നോക്കേണ്ട കാര്യം മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയുടെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. ആണോ? യെസ്. 1 2 3. ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം 3 എണ്ണമാണ്. സെക്കൻഡ് മെട്രിക്സ് 1 2 3. റോയുടെ എണ്ണം 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എല്ലാവർക്കും അറിയാം. ശ്രദ്ധിക്കുക, അവിടെ എഴുതുമ്പോൾ നിങ്ങൾ നോക്കുക. 5 into
4 plus minus 2 into minus 1, first row, first column, plus minus 1 into 5. Clear ആണല്ലോ? Next, first row, second column, 5 into minus 2 plus minus 2 into 1 minus 1 into 7, minus 1 into 7. Okay, അടുത്തത് first row, third row, 5 into 6 plus minus 2 into minus 2 minus 2 into 2, the minus 1 into 0 plus minus 1 into 0. Okay, അടുത്തത് second row, first column, 1 into 4 plus 2 into minus 1 plus minus 3 into 5. Okay, അടുത്തത് 1 into minus 2, second row, second column, plus 2 into 1 plus minus 3 into 7. Okay, അടുത്തത് second row, third row, 1 into 6 plus 2 into 2 plus minus 3 into 0, minus 3 into 0. അടുത്തത് third row, first column, third row, second column, third row, third column, minus 4 into 4 plus 0 into minus 1 plus 3 into 5. Okay, the minus 4 in second row, second column, minus 4 into minus 2, 0 into 1 plus 3 into 7. അടുത്തത് third row, third column, minus 4 into 6 plus 0 into 2 plus 3 into 0. ഇങ്ങനെയാണ്. അപ്പോൾ എഴുതിയ രൂപം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ, തേർഡ് കോളം. അടുത്തത് സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ, സെക്കൻഡ് കോളം, സെക്കൻഡ് റോ, തേർഡ് കോളം. അടുത്തത് തേർഡ് റോ, ഫസ്റ്റ് കോളം, തേർഡ് റോ, സെക്കൻഡ് കോളം, തേർഡ് റോ, തേർഡ് കോളം. ഈ ഓർഡറിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എഴുതാം. എ ബി അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ്. എ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് കിട്ടിയത്. അപ്പോ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന മെട്രിക്സ്, ബി എന്ന് പറയുന്ന മെട്രിക്സ്, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എയുടെ കോളംസിന്റെ എണ്ണവും ബിയുടെ റോസിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, അങ്ങനെ രീതിയിലാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ, തേർഡ് കോളം, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ, സെക്കൻഡ് കോളം, ആ രീതിയിൽ അങ്ങനെ പോവാം. പിന്നെ തേർഡ് റോ, ഫസ്റ്റ് കോളം, ആ രീതിയിൽ. ഈ രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ, അതിനാണ് നമ്മൾ പറയാ എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് എന്ന് പറയാം.
ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 പ്രോപ്പർട്ടീസ് ആണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദി അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് നോക്കാം. ഫോർ എനി 3 മെട്രിക്സസ് എ ബി ആൻഡ് സി, അതായത് എ ബി സി എന്ന് പറയുന്ന 3 മെട്രിക്സസ്, ഏത് മെട്രിക്സും ആവാം. അങ്ങനെ 3 മെട്രിക്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ബി ഇൻറ്റു സി, അതായത് എ ബി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി എന്ന് എഴുതാം. എ ബി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി. ഇതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, 3 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ ഉത്തരവുമായിട്ട് സി എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതല്ലെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് അവിടെ നിർത്തിയിട്ട് ബിയും സിയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് എയുമായിട്ട് ബി സി എന്താണോ കിട്ടുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 രീതിയിൽ ചെയ്താലും എന്തായിരിക്കും ആൻസർ ശരിയായിരിക്കും. ഇങ്ങനെ ചെയ്താലും ആൻസർ ശരിയായിരിക്കും, ഇങ്ങനെ ചെയ്താലും ആൻസർ ശരിയായിരിക്കും. അതാണ് അസോസിയേറ്റീവ് ലോ ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അതും ഇതേപോലെ തന്നെ ഫോർ 3 മെട്രിക്സസ് എ ബി സി. എ ബി സി എന്ന് പറയുന്ന 3 മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി എന്ന് എഴുതാം. അതായത് എ ഇൻറ്റു ബി പ്ലസ് സി. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് അവിടെ ഉണ്ട്, ബിയും സിയും മറ്റു 2 മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്ത ഒരു ആൻസർ ഉണ്ടാവുമല്ലോ, അതുമായിട്ട് എ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമുക്കുള്ള മുന്നിലുള്ള ചെയ്യേണ്ട കാര്യം. അത് ചെയ്യാൻ ഇങ്ങനെ ചെയ്താലും മതി, എ ബി പ്ലസ് എ സി. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ എ എന്ന് പറയുന്ന മെട്രിക്സിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ അതിന് പറയുന്നു ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ രണ്ടാമത്തെ കാര്യം പറയുന്നു എ പ്ലസ് ബി ഇൻറ്റു സി. അതും ഇങ്ങനെ തന്നെ, എ ഇൻറ്റു സി എ സി പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ബി സി. ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോബ്ലം ചെയ്യാൻ കഴിയും. ഇതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പൊ അതും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോ ആണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി അറിയപ്പെടുന്നത് ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാണ്. അപ്പോ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇവിടെ പറയുന്നുണ്ട് ഇതാ, ഫോർ എവരി സ്ക്വയർ മെട്രിക്സ്, ഏതൊരു സ്ക്വയർ മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ദർ എക്സിസ്റ്റ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ്, അവിടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യും ഓഫ് സെയിം ഓർഡർ, അതേ ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സിന്റെ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? മെട്രിക്സ് എല്ലാ ഒരു എന്താ പറയാ മെട്രിക്സ്, ആ മെട്രിക്സിന് പിന്നെ ഡയഗണൽ, പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആവുക, ബാക്കിയുള്ള മെട്രിക്സുകളൊക്കെ എന്താകുക 0 ആവുക. അതിനെയാണ് നമ്മൾ പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ ഒരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സും എ എന്ന് പറയുന്നത് സാധാരണ മെട്രിക്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഐ എ, അത് തിരിച്ച് എ ഐ തിരിച്ച് രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആണ് കിട്ടുക. മാത്രമല്ല നമുക്ക് ആ മെട്രിക്സ് തന്നെയാണ്, എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ് ആൻസർ കിട്ടുക. അതാണ് അതിന് പ്രത്യേകത. അതാണ് മെട്രിക്സ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി. ഓക്കെ, ഈ ഒരു പിന്നെ പ്രോപ്പർട്ടി, അങ്ങനെ 3 പ്രോപ്പർട്ടിയാണ് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ പഠിക്കാനുള്ളത്. 3 നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് ഇന്നത്തെ ക്ലാസ് നമുക്ക്